ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തില്ല എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ദിവസത്തെ റുട്ടീനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടോക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. രാവിലെ തന്നെ ഉള്ള ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേഹ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് വണ്ടി വന്നിട്ട്. എന്നിട്ട് ഇതാ മിന്നുക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓളെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഓളും ബസ് കയറിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതാ തിരിച്ച് വരുന്ന സമയത്ത് കുറച്ച് വെജിറ്റബിളൊക്കെ വാങ്ങിയിട്ടുണ്ടേന്. രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, തക്കാളി, പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതാ അതിന് കൂട്ടത്തിൽ നല്ല റോബസ്റ്റ പഴമില്ലേ, അത് കണ്ടപ്പോൾ കുറച്ച് അതും വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ വാങ്ങിയിട്ടുള്ള വെജിറ്റബിളൊക്കെ ഇല്ലേ, അതൊക്കെ ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഓരോ വെജിറ്റബിൾ ഓരോ ബോക്സിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, ഈസി ആയിട്ട് ഓരോ കാര്യങ്ങൾ എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഓരോന്ന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നും ഓരോ ബോക്സിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഓരോ ബോക്സിൻ്റെ മേലെയും ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ന്യൂസ് പേപ്പറില്ലേ, അത് ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ആ ഒരു ഈർപ്പം ഉണ്ടാവുമല്ലോ, അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈർപ്പം തട്ടിയിട്ട് വേഗം തന്നെ നമ്മളെ പച്ചക്കറിയെല്ലാം ചീത്തയായി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ തക്കാളി ഈ ഒരു രീതിയിലാണ് കേട്ടോ തുടച്ചിട്ട് അതിൻ്റെ മൂക്കില്ലേ അത് അടിഭാഗത്താവുന്ന രീതിയിലാണ് ഞാൻ തക്കാളി വെക്കാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ കുറേ ദിവസം അങ്ങനെ കേടാവാണ്ട് ഇരുന്നോളൂ കേട്ടോ. ഇനി തക്കാളി വെച്ച ആ ഒരു ബോക്സിലേക്ക് തന്നെ കുറച്ച് ഉള്ളിയും കൂടെ, വലിയ ഉള്ളിയില്ലേ, അത് തൊലി കളഞ്ഞിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മളെ ഓരോ കാര്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഈസി അല്ലേ. പിന്നെ ഇല്ലേ, ഫ്രിഡ്ജിലേക്ക് ഉള്ളി തൊലി കളഞ്ഞ് വെക്കുന്ന സമയത്ത് എന്തായാലും അടച്ച് വെക്കാനായിട്ട് നോക്കണേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലുള്ള ആ ഒരു വിഷാംശങ്ങളും ആ ഒരു ചീത്ത കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് നമ്മൾ ഉള്ളി വലിച്ചെടുക്കുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളി നമ്മൾ മുറിച്ചതിൻ്റെ ബാക്കിയോ അല്ലെങ്കിൽ ഇതേപോലെ തൊലി കളഞ്ഞിട്ട് വെക്കെങ്ങാനും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പാത്രത്തിലിട്ട് അടച്ച് വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ ദാ ഞാൻ തക്കാളിൻ്റെ ആ ഒരു ബോക്സിലേക്ക് തന്നെ ഉള്ളി തൊലി കളഞ്ഞതും വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. ആ ഒരു ബോക്സ് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിലായിട്ട് പച്ചമുളകും അതേപോലെ തന്നെ താഴെയും മേലെയായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു മൂക്ക് ഭാഗമില്ലേ, അത് പോക്കി കളഞ്ഞിട്ടാണ് ഞാൻ പച്ചമുളക് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതും കൂടെ അതിൻ്റെ വേര് ഭാഗമില്ലേ അത് കട്ട് ചെയ്തിട്ട് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയും ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ആ ഒരു ബോക്സില്ലേ, അതുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ് കേട്ടോ. വെജിറ്റബിൾ ഓരോന്നിങ്ങനെ വെക്കാനും അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കാണാനും അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതാ താഴെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോൻ്റെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ ഇതാ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് ഇഞ്ചി ഉണ്ടേനും. അപ്പോൾ അത് ഞാൻ അങ്ങനെ വെക്കാറില്ല, ഒരു പാത്രത്തിൽ അങ്ങനെ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാറുള്ളത്. ഇഞ്ചി വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അതിൽ മണ്ണും പൊടിയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വേഗം തന്നെ എളുപ്പത്തിൽ എടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കാന്നുണ്ടെങ്കിൽ അത് അടിപൊളിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി നല്ലോണം കഴുകിയിട്ട് അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഡ്രൈ ആയി വരട്ടെ. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം ഓർമ്മ വന്നത്, അല്ല രാവിലെ ചായ കുടിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. വേഗം തന്നെ കുട്ടികളെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അവരിറക്കിയിട്ട് പിന്നെ നേരെ വന്നിട്ട് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ചായ കുടിക്കുന്നുണ്ട്. രാവിലെ ഇന്ന് പൂരിയും ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ചായയും പൂരിയും ബീഫ് കറിയെല്ലാം കഴിച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ഓരോ പണികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തലേന്ന് കഴുകി വെച്ചിട്ടുള്ള കുറച്ച് പാത്രങ്ങളും സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ടേനെ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കലാം. അങ്ങനെ രാവിലെ തന്നെ കുറച്ച് സമയം കിച്ചണിലാണെങ്കിൽ വേഗം തന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറാറുള്ളത്.
അതേപോലെയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ വേഗം തന്നെ ചോറ് വെച്ച് വാർത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കുക്കിങ്ങും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ചോറിന് വേണ്ടിയിട്ട് എന്തൊക്കെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് കാണിക്കുക. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് വെള്ളരിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളരിയും പരിപ്പും കൂടെ തേങ്ങ അരച്ച കറിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണല്ലേ ഇങ്ങനെ വെള്ളരി കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ. എല്ലാ വീഡിയോസും കാണുന്നവർക്കറിയാം നമ്മൾ എല്ലാ ദിവസവും ഡെയിലി അങ്ങനെ ചോറ് ഉണ്ടാക്കൂല കേട്ടോ. വല്ലപ്പോഴും മാത്രമേ ചോറും കറികളെല്ലാം ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റില്ലേ അത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് ക്യാരറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. ഇന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് കൊഞ്ചനില്ലേ അതുണ്ടേനു കേട്ടോ. കുറച്ച് കൊഞ്ചനിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് ഇതൊക്കെ പെരക്കിയിട്ട് കൊഞ്ചനും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഈ കൊഞ്ചന് പൊരിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ അടിപൊളിയായിട്ടുണ്ടേനും. പിന്നെ ഞാൻ ഇതിൻ്റെ ഒക്കെ കൂടെ കുറച്ച് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കറികളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ചോറില്ലേ വെള്ളമൊക്കെ വാർന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടേനു കേട്ടോ. പിന്നെ ചോറും കറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിലില്ലേ ഉള്ളിലുള്ള ക്ലീനിങ്ങോ അടിച്ചു വാരലോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ തന്നെ മോളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയി എന്നുള്ളതല്ലാതെ കുറച്ച് സമയം രാവിലെ എന്നും മുറ്റത്തേക്ക് ഇറങ്ങി ഇങ്ങനെ അത് ഇതൊക്കെ നോക്കി നടക്കാറുള്ളത്, ആ ചെടികളൊക്കെ നോക്കിയിട്ട്. പക്ഷേങ്കിൽ ഇന്നെന്തോ ഒരു മൂഡില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അതുകൊണ്ട് വേഗം തന്നെ കിച്ചണിലുള്ള പരിപാടിയെല്ലാം കഴിച്ച് വെച്ചാൽ നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് ഓടേണ്ടതില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ ചോറും കറികളൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ എന്തായി കഴിഞ്ഞാലും എല്ലാ വീട്ടിലും ഉള്ള പോലെ തന്നെ വന്നിട്ടാ ഇവിടെയും. കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആ ഒരു സമയത്തുള്ള ആ ഒരു ജഗപോക ടൈമില്ലേ, ആ സമയത്ത് അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് സാധനങ്ങൾ കിടപ്പുണ്ടാവും കേട്ടോ. അതൊക്കെ വേഗം തന്നെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കില്ല. നമ്മൾ എത്ര മൂടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരീരത്തിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അത് മറ്റാരും അറിയണമെന്നില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആരും അറിഞ്ഞില്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും നമ്മൾ ചെയ്ത് തന്നെ ഇരിക്കണം അല്ലേ. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും ഒരേ മൂഡ് തന്നെ ഉണ്ടായിരിക്കണമെന്നില്ല. ചില സമയത്ത് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തോന്നും, ചില സമയത്ത് നല്ല മൂഡായിരിക്കും, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തോന്നും. യാന്ത്രികമായിട്ട് മെഷീൻ എന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ തോന്നൂലേ. ചില സമയത്ത് മടി പിടിച്ച് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കാനും തോന്നും. ഒരു കണക്കിനില്ലേ നമുക്ക് വേണ്ടാത്ത ചിന്തകളോ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തില്ലേ ഏറ്റവും നല്ലത് എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും നമ്മൾ ചെയ്ത് തന്നെ ഇരിക്കണം. അപ്പോൾ വേണ്ടാത്ത ചിന്തകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉള്ള സമയത്തില്ലേ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ വേഗം തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്താണോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ചിന്തകൾ കൊണ്ടുവരാനായിട്ട് നോക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. ഒരു തരത്തിലില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ കാര്യത്തിനും ടെൻഷനും ചിന്തയും ഒക്കെ കൊണ്ട് നടക്കുന്നവരായിരിക്കും മിക്കവരും. പിന്നെന്താ ഞാൻ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടല്ലേ. ഇഷ്ടമുള്ളവർക്ക് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തവർക്ക് അതൊന്ന് തള്ളിക്കളയാട്ടാ. അപ്പോൾ എൻ്റെ ഒതുക്കി പെറുക്കി വെക്കലും അടിച്ചു വാരലും ബെഡ്ഷീറ്റ് വിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടേന്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ തിരുമ്പലും ആറിയിടലും തുണികൾ ഉണങ്ങലും ഒക്കെ ഒരു കളിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കുറച്ച് തുണികളൊക്കെ ഉണങ്ങിയതുണ്ടേനും അതൊക്കെ വേഗം തന്നെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമെല്ലാം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ എനേബിൾ ചെയ്യുക. അതേപോലെ പിന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുള്ളത്, നിങ്ങളെൻ്റെ കഴിഞ്ഞ വീഡിയോക്ക് തന്ന ലൈക്കും കമൻറ്റിനും അതേപോലെ തന്നെ സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോക്ക്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി കണ്ടോക്കണേ. അതേപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. ബൈ.